അല്ല കേശു, ഇതെന്താണ് ഈ ബോക്സിന്റെ പുറത്തുള്ള കേക്ക്? കിളവൻ കേശു. അതൊന്നുമല്ല. അപ്പൊ അല്ലേ നിങ്ങളത് അങ്ങനെയാണോ വായിച്ചേ? ആരാ ഇതൊക്കെ? പക്ഷേ കവി കേശു. കവി കേശു. അപ്പൊ നമുക്കിനി വിധി പ്രഖ്യാപനത്തിലേക്ക് കിടക്കാം. ആദ്യമായി കേശുവിന്റെ കവിത. അണ്ണനാ ലച്ചു ഇത് ഒത്തു കളിയാണ്. ലച്ചു ഇത് ഒത്തു കളി. പറയട്ടെ അമ്മേ, ഈ കവിത അമ്മ വെച്ചോ. ഇത് എനിക്കെന്തിനാ? അമ്മയ്ക്ക് അടുപ്പിലിട്ട് കത്തിക്കാം. അടുത്തത് കനകം, ഭവാനി, ലച്ചു. ഡാർവിനെ 3 പേർക്കൊന്നും ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ആപ്പടായിരം രൂപ ഉള്ളൂ, ബാക്കി പൈസ നീ തരേണ്ടി വരും. പറയട്ടെ കനകം ഭാരതിയാരുടെ കവിതയാണല്ലോ എഴുതിയത്. ஆமா, பாரதியார்னா எனக்கு ரொம்ப பிடிக்கும். കനകം, நீங்க ரொம்ப பெரிய ஆளு. മോട്ടിച്ച കവിതയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. കൊള്ളാം. അപ്പോ ഈ കവിത നമുക്ക് മത്സരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്തത് ലച്ചു, ഭവാനി. ഈ 2 കവിതകളും 10 പൈസ കൊള്ളത്തില്ല. എൻ്റെ പൊന്ന് സാറന്മാരെ, ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതാണ് ഈ വക പരിപാടിക്കൊന്നും പോവാതെ ഈ കവിതയൊക്കെ എഴുതാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? താണ്ട് സമാധാനായ നാണം കെട്ടവൻ സമാധാനമല്ല എല്ലാവർക്കും. സുരേന്ദ്രൻ. അതെ, ഞാൻ തന്നെ. പലർക്കും ഇടയിലാണല്ലോ ജോലി. അയ്യോ കേട്ടാ എങ്ങനെ മനസ്സിലായി? അത് കവിത വായിച്ചപ്പോ മനസ്സിലായി. ഇതേ കയ്യിൽ വെച്ചു. എന്താ സാറേ? നമുക്ക് പരിപ്പ് ഉദയാനെടുക്കാം. അടുത്തത് കൂട്ടത്തിലൊരു ഇംഗ്ലീഷ് കവിയത്തിലുണ്ടല്ലോ. ആരാണ് ഗൗരി? ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിക്കാം. ജഡ്ജ്, ഞാനാണ് ഗൗരി. അല്ല, ഇത് വായിച്ചിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാലും ഞാനൊന്ന് വായിക്കാം. ഡ്രീംസ് മൈ ഇൻ നൈറ്റ് എവരി, യു ഫീൽ ഐ, യു സീ ഐ, ഓൺ ഗോ യു നോ ഐ, ഹൗ ഈസ് ദാറ്റ്. ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ജഡ്ജ്, ഒരു മിനിറ്റ് ആ പേപ്പർ ഒന്ന് തരൂ. സംഭവം മനസ്സിലായി. ടൈറ്റാനിക് സിനിമയിലെ പാട്ട് തല തിരിച്ച് എഴുതി വെച്ചേക്കുവാണല്ലേ. എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ്. ആ പാട്ടാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അത് നടക്കൂല. എന്തിനാ പരിപാടി? അതാണ് ഡിസ്ക്വാളിഫൈ ഇതെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും 6 കവിത റിജക്ട് ആയാലും ആർക്കും പ്രൈസ് ഇല്ല. മതി, മത്സരവും മതി, എല്ലാം മതി. വരട്ടെ കേശു, വെറുതെ പിടിക്കാതെ. പാറമട വീട്ടിൽ ഒരു കൊച്ചു കവയത്രി ഒളിഞ്ഞിരിപ്പുണ്ട്. പാർവതി ബാലചന്ദ്രൻ തമ്പി. പാർവതി ബാലചന്ദ്രൻ തമ്പി അതാരാ? അശ്ശോ, പാറു നീയാ? നീ എപ്പോ എഴുതിയിട്ട്? ഞങ്ങളെ കണ്ടില്ലല്ലോ. നിങ്ങളൊക്കെ എഴുതിയിടുന്നതിന് മുമ്പ് എഴുതിയിട്ട്. ആ കവിത ഞാനൊന്ന് വായിക്കാം. കവിതയുടെ പേര് കിളിവീട്. കിളിപ്പാട്ടുള്ള വീട്, ഒരു കുഞ്ഞു വീട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുട്ടികളുണ്ട്, കിളിയുടെ വീട്, സ്നേഹമുള്ള വീട്. എന്നാലും എന്റെ പാറുവേ, നീ ഇതൊക്കെ എപ്പ എഴുതി? അതൊക്കെ ഞാൻ എഴുതി. അപ്പോ ഈ കവിതാരചന മത്സരത്തില് 1ാം സമ്മാനമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാർവതി ബാലേന്ദ്രൻ തമ്പിയുടെ ഈ കവിത തന്നെ. സമ്മാനത്തുക കൈയടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.